ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 21 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ നടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു റൂമിലെ ഡേഞ്ചറസ് പെണ്ണിലെ അവളെ വിളിക്കുന്നത്. ആൾ പറയുന്നുണ്ട് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്യണമെന്ന് അവളോട് സജഷൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഷിൻലി ഹോട്ടലായാലോ പറയുമ്പോൾ ആളും പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ നീ പറഞ്ഞ ഓക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ബുക്ക് ചെയ്യാണ്. ഇവൾ കുറച്ച് ഡ്രാഫ്റ്റ്സ് ശരിയാക്കാനുണ്ട് പറഞ്ഞിട്ട് അവൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളോട് ആ മാനേജർ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്, കാരണം എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ പിന്നെയുള്ള ബിസിനസ് മീറ്റിങ്ങിനൊക്കെ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ്. ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു ജോലി, അതായത് മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ, ആ ഒരു ജോലി അവൾ റിസൈൻ ചെയ്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ എല്ലാം സെറ്റാക്കിയത് എന്ന് നമ്മുടെ മിങ് പറയുന്നുണ്ട്. ഇവളധികം സംസാരിക്കാതെ നമ്മുടെ നടനെ നോക്കിയിട്ട് എന്നാൽ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോവാണ് കേട്ടോ. ഇവിടെ പുറത്തു പോയ സമയത്ത് മാനേജർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരൊക്കെ റീഫണ്ട് ചെയ്യാൻ പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് ഒരു റിവ്യൂ പോയോണ്ടിരിക്കുകയാണ്. ഷിൻലി ഹോട്ടലിൽ നിന്ന് കഴിച്ച ഒരാൾക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് കയറി വന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ അവളെ ചീത്ത പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനും പറഞ്ഞിട്ട് അവിടെ നടന്ന് പോവുകയാണ്. അതിനുശേഷം ഇത് നമ്മുടെ ഹോട്ടലിൽ തന്നെയാണോ കഴിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയാണ് അതെ എന്നൊക്കെ പറയുന്നുണ്ട്. ഡേഞ്ചറസ് പെണ്ണ് വിളിക്കുകയാണ്. അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്ത് വൃത്തികെട്ട ഹോട്ടലാ, എനിക്ക് വേണ്ടി നീ ബുക്ക് ചെയ്തത് അത് ക്യാൻസൽ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് നമ്മുടെ മായി കൂളായിട്ട് പറയുന്നുണ്ട്. അവളെല്ലാം കൂളായിട്ടാണല്ലോ നേരിടാറ്. അവിടുത്തെ ഷെഫ് പറയുന്നുണ്ട് ഞാനത് ചെയ്തതെന്ന് പറയാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൾ പറയുന്നുണ്ട് എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ശരിക്കത്തെ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവരോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, ഹീഡോങ് കാണുന്നുണ്ട്, അതുപോലെ നമ്മുടെ യാവും കാണുന്നുണ്ട്. നമ്മുടെ യാവു പറയാണ് ഈ ചീടാപ്പി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് പോയി പിടിക്കണം, അല്ലെങ്കിൽ ഷിൻലി ഹോട്ടലിനും അവൾക്കും ആപത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നടിയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവൾക്ക് ഫുഡ് പോയ്സൺ അടിച്ചതിൻ്റെ പരിപാടിക്ക് ആയിട്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവള് അന്ന് വെച്ചിട്ടുള്ള ഫുഡ് മുഴുവൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. അത് അപ്ലോഡ് ചെയ്യുമ്പോഴും ആളൊരു വീഡിയോ ഇട്ടിട്ട് എല്ലാം നശിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് CCTV ഫുട്ടേജ് നമ്മുടെ മായിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നടിയുടെ തല പുണ്ണായൊഴിക്കുന്ന സമയത്താണ് യാവ് കയറി വരുന്നത്. ഇവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ആൾ പറയാണ് ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കാം, നിനക്കിപ്പോൾ ഷിൻലി ഹോട്ടൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്, അപ്പോൾ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനപ്പോൾ കണ്ടുപിടിച്ചിട്ട് എൻ്റെ സിൻസിയാരിറ്റി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവൻ കോഫി എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവൾ അറിയാതെ എണീക്കുമ്പോൾ ഈ കോഫി മുഴുവനായിട്ട് അവൻ്റെ ഡ്രസ്സിലേക്ക് ആവുകയാണ്. അപ്പോൾ അവിടുത്തെ മാനേജർ പറയുന്നുണ്ട് ഇവിടെ വെയിറ്റേഴ്സ് ഇടുന്ന ഡ്രസ്സ് ഉണ്ട് അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ശരി ഇപ്പോഴത്തേക്ക് ഇടാനല്ലേ പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവൻ ഇടുന്നുണ്ട്. നമ്മുടെ നടനാണെങ്കിൽ വാരി വലിച്ച് ന്യൂഡിൽസ് കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഗ്രാൻഡ്മനെ പറ്റി ഇവൾ ആദ്യം ആലോചിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട് നീ എന്താടാ ഇത്ര ദിവസമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ലേ എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവനക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ആ ഒരു ചെറുക്കൻ്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്, അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മായി പറയുകയാണ് എന്തായാലും ഇത്രയൊക്കെ നീ എന്നെ ഹെൽപ്പ് ചെയ്തല്ലോ, അപ്പോൾ ഞാൻ ഈ ഫോൺ നമ്പർ നോക്കിക്കോളാം, ഞാൻ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. ആൾ ഒരു ഹോട്ടലിൽ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ യാവോ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ വിചാരിച്ചു കൊടുത്ത് വെയിറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലെ കുറച്ച് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനത് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഓഫീസിലേക്ക് വരുമ്പോൾ ഹീഡോങ് പറയാണ് നിനക്ക് ഇത്ര കാശൊക്കെ ഉള്ളതല്ലേ, ഒരു നല്ല പാൻറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എത്താത്തൊരു പാൻറ് എടുത്ത് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. ആ വീഡിയോ ഇട്ട ആളെ ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മായി വരുമ്പോൾ ബെസ്റ്റും വരുന്നുണ്ട്. കൂടെ ജാവ് ഉള്ളത് കണ്ടിട്ട് ബെസ്റ്റ് ആണെങ്കിൽ ഒരു മാതിരി നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മായി പറയാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ഇനിയാണോ നിങ്ങൾക്ക് ഫുഡ് പോയ്സൺ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട് അതെ അതിനിപ്പോൾ എന്താ സംശയം ഉണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ 9:30 വന്ന് ഫുഡ് കഴിച്ചത്, അവിടുന്ന് ഫുഡ് കഴിച്ച് പോകണമെങ്കിൽ 20 മിനിറ്റ് ആവും, അവിടെ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ 1 മണിക്കൂറാവും, പക്ഷേ നിങ്ങൾ ഇതിന് മുൻപെത്തി, അതുപോലെ തന്നെ ഫുഡ് പോയ്സൺ പെട്ടെന്ന് അടിച്ചു, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയാണ് ഇവിടെ ഇതൊന്നും സംസാരിച്ച് ശരിയാവത്തില്ല, ഞാൻ കോർട്ടിലേക്ക് പോകാൻ പറയാണ്. അപ്പോൾ നമ്മുടെ സാവോ നിങ്ങൾ പറയുന്നതൊന്നും ശരിയാവുന്നില്ലല്ലോ മിസ്റ്റർ, അതുകൊണ്ട് ഞങ്ങൾ കോർട്ടിൽ പോവുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം പൈസ വാങ്ങാമെന്ന് പറയുകയാണ്. നമ്മുടെ മായാണെങ്കിൽ യാവോനോട് താങ്ക് യു പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റും സാവോ മാത്രം ഒറ്റയ്ക്കാവുമ്പോൾ അവൻ പറയുന്നുണ്ട് അന്ന് ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു, അതൊന്നും നീ ഇപ്പം മനസ്സിൽ വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് ഇല്ലില്ല എന്ന് പറയാണ് അവളും. അതിനുശേഷം
ഇനി കാണിക്കുന്നത് ആ ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഹാപ്പിയാണ്. ഇന്നൊരു പാർട്ടി വയ്ക്കണം എന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഗ്രാൻഡ്മയ്ക്ക് ശേഷം ഞങ്ങൾക്കൊരു ലീഡർ ഉണ്ടാവില്ലെന്ന്, പക്ഷേ നിങ്ങളൊരു മികച്ച ലീഡറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നടീനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ എയറിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വലിച്ചാലേ താഴത്തേക്ക് വരത്തുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിവ്യൂ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. ഇത് നമ്മുടെ മിങ് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ആയത്. ഇവിടെ നമ്മുടെ മാനേജർ നമ്മുടെ നടിയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു ഓസമാണ്, നിങ്ങൾ അടിപൊളിയാണ്, സെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ആൾ പറയാണ്, ഈ ക്രെഡിറ്റ്സ് ഒന്നും എനിക്കുള്ളതല്ല, അത് യാവോനുള്ളതാണ്, ഇതൊക്കെ കണ്ടുപിടിച്ചതും ഇതിന് പിന്നിൽ വർക്ക് ചെയ്തൊക്കെ അവനാ എന്ന് പറയുന്നുണ്ട്. ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പനിയിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഇവളെ പറ്റി അന്വേഷിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ആ ഒരു CEO ലേഡിയല്ലോ, അവനും പിന്നെ നമ്മുടെ യാവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, ഞാൻ അവളെന്നെ പിടിയിപ്പിക്കാൻ നോക്കുമ്പോൾ നീ അവളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, എനിക്ക് ഈ പ്രൊമോഷൻ ഒന്നും വേണ്ടടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഈ രീതിയിൽ ആ ഒരു പ്രൊമോഷൻ വേണ്ട പറയാണ്. നമ്മുടെ മായാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ജാവു അവളെ നോക്കി ചിരിച്ചിട്ട് അവളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. നല്ല എൻജോയ്മെൻറ്റിലാണ് ഇറങ്ങിപ്പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ CEO ലേഡിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കോഫി ഷോപ്പിൽ വന്ന് കോഫി കുടിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ആ പെണ്ണ ചെയ്തതെന്ന്, പക്ഷെ എനിക്ക് ഡൗട്ട് മാത്രമായിരുന്നു, നിനക്കറിയായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ അതൊക്കെ ഇപ്പം എന്തിനാന്നൊക്കെ പറയുന്നുണ്ട്. അവനും ആ ഒരു CEO ലേഡിയോട് ഇവൻ സംസാരിക്കുന്നത് നമ്മുടെ മായി കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ യാവ് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ വിശ്വാസമൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വാസമായി എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ നടൻ ചോദിക്കുന്നുണ്ട്, അല്ല ഒരാളോട് പ്രണയം പറയാൻ പോകുമ്പോൾ എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, അതിൽ നോ കോംപ്രമൈസ്, നേരിട്ട് തന്നെ പോയി പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ എന്നാൽ ശരി എനിക്ക് നിന്നെ ഇഷ്ടമാണ് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നടി ആകെ ഷോക്കാവാണ്. അപ്പം നമ്മുടെ ഹീറോ ഞാൻ വെറുതെ പറഞ്ഞതാ, ജസ്റ്റ് കിഡിങ്, ജെയ്ക്ക് എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഒരു മാതിരി ഷോക്കായിട്ട് നമ്മുടെ ബെസ്റ്റിയുടെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. ഇത്രയും തിരക്കിനിടയിൽ എന്തിനടി ഇപ്പം എന്നെ കാണാൻ വന്നേ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എടി അവൻ്റെ കണ്ണിൽ ഞാനൊരു സിൻസിയറിറ്റി കണ്ടെടി, അവൻ സീരിയസ് ആയിട്ട് എന്നോട് ഐ ലവ് യു പറഞ്ഞു, എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബെസ്റ്റ് നടക്കട്ടെ എന്ന് സൈഡിൽ കൂടെ പറയുകയാണ്. ഇവിടെ നമ്മുടെ CEO ലേഡി പറയുന്നുണ്ട്, ഇവരെന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലി ലുക്ക് ഉണ്ടെങ്കിലും എന്തോ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിന് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ. അപ്പോൾ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.